നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയ്ക്കൽ ഭൂമി കുലുക്കമുണ്ടായതായി സംശയം. മലപ്പുറം കോട്ടയ്ക്കൽ മേഖലയിൽ ഇന്നലെ രാത്രി 11:15ഓടെയാണ് അസാധാരണ മുഴക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നത്. ആമപ്പാറ, കൈപ്പള്ളിക്കുണ്ട്, കോട്ടപ്പടി, പാലത്തറ, പുതുപ്പറമ്പ്, പൊട്ടിപ്പാറ, കൊളുത്തുപറമ്പ്, എടരിക്കാട്, കാക്കത്തടം, ചീനംപുത്തൂർ, അരിച്ചോൾ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഭൂമി കുലുക്കമുണ്ടായത്. ചിലയിടങ്ങളിൽ 2 തവണ മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. അതേസമയം ഭൂമി കുലുക്കമാണെന്നതിൽ സ്ഥിരീകരണമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP വിഭാഗത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന 18ാം വാർഡായ ENT വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ തറയിൽ പാകിയിരുന്ന ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് രോഗികളിൽ പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. ഈ സമയത്ത് 20ഓളം രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും വാർഡിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പരിഭ്രാന്തരായ രോഗികളും കൂട്ടിരിപ്പുകാരും പുറത്തേക്കൂടി. വിവരം അറിഞ്ഞെത്തിയ സെക്യൂരിറ്റി ജീവനക്കാർ ഇവരെ OP വിഭാഗത്തിന്റെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. കെട്ടിടത്തിന് തകരാർ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ പരിശോധനകൾ നടന്നുവരികയാണ്. 18ാം വാർഡിലെ രോഗികളെ പിന്നീട് പുതിയ കാഷ്വാലിറ്റി കെട്ടിടത്തിന്റെ 4ാം നിലയിലെ വാർഡുകളിലേക്ക് മാറ്റി. 18ാം വാർഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് ഇവിടുത്തെ രോഗികളെ ഉടൻ തന്നെ മാറ്റാനായിരുന്നു തീരുമാനം. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ സമ്മർദ്ദത്തിനൊടുവിൽ 7ാം ദിവസം ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. SC/ST അതിക്രമം തടയൽ, ആൾക്കൂട്ട കൊലപാതകം, ഭാരതീയ ന്യായ സംഹിത 103(2) എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കേസിൽ 2 പേരെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ആദ്യ ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ പിടികൂടാനും മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനും പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനം ഉയർന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കള്ള കേസ് അന്വേഷിക്കാൻ CBI സന്നദ്ധം. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ CBI അന്വേഷണത്തിന് കോടതി നിർദ്ദേശമുണ്ടാകുകയോ അഭിപ്രായം ആരായുകയോ ചെയ്താൽ സന്നദ്ധത പ്രകടിപ്പിച്ച് CBI ഹൈക്കോടതിയിൽ മറുപടി നൽകുമെന്നാണ് സൂചന. നിലവിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ദ്വാരപാലക പാളികളിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ വേർതിരിച്ചെടുത്ത 474.97 ഗ്രാം സ്വർണം ആഭരണമാക്കി വിറ്റതായി ബെല്ലാരി റോധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. 2020-21 ബില്ലുകൾ പരിശോധിച്ചാൽ പോലും ഈ ആഭരണങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. എന്നാൽ ഗോവർദ്ധന്റെ മൊഴി SIT മുഖവിലേക്ക് എടുത്തിട്ടില്ല. സംസ്ഥാനത്ത് SIR ആദ്യഘട്ടം പൂർത്തിയാക്കി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പുറത്തായത് 24,80,503 പേർ, 8.65% വോട്ടർമാർ. 2,54,42,352 പേർ പട്ടികയിൽ ഉൾപ്പെട്ടു. SIR തുടങ്ങുന്നതിന് മുമ്പ് ഒക്ടോബർ 25 വരെ ഉണ്ടായിരുന്ന പട്ടികയിൽ ഉണ്ടായിരുന്നവർ 2,78,50,855. ജനുവരി 22 വരെ പരാതികൾ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസിനെ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി. കോൺഗ്രസ് നേതാവ് VK മിനിമോൾ കൊച്ചി മേയറാകും. ദീപക് ജോയ് ഇക്കാലയളവിൽ ഡെപ്യൂട്ടി മേയറാകും. ടേം വ്യവസ്ഥ പ്രകാരം ആദ്യ 2.5 കൊല്ലത്തേക്കാണ് ഇവർ ചുമതലയിലുണ്ടാവുക. അവസാനത്തെ 2.5 കൊല്ലം ഷൈനി മാത്യുവിനാണ് മേയർ പദവി. KVP കൃഷ്ണകുമാർ ഇക്കാലയളവിൽ ഡെപ്യൂട്ടി മേയറാകും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് പ്രഖ്യാപനം നടത്തിയത്. മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയതിൽ KPCCക്ക് ദീപ്തി പരാതി നൽകിയത് അറിഞ്ഞില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയും. അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DGP MK വിനോദ് കുമാർ ഒടുവിൽ സസ്പെൻഷൻ. വൻ തുക കൈക്കൂലി വാങ്ങി TP കേസിലെ പ്രതികൾക്കടക്കം വിനോദ് കുമാർ ജയിലിൽ സുഖസൗകര്യം ഒരുക്കിയെന്നായിരുന്നു കണ്ടെത്തൽ. സസ്പെൻഡ് ചെയ്യണമെന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട് 4 ദിവസത്തിന് ശേഷമാണ് നടപടിയുണ്ടായിരിക്കുന്നത്. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളായ കൊടിസുനിയിൽ നിന്ന് 1.80 ലക്ഷം രൂപയും അണ്ണൻ സജിത്തിൽ നിന്ന് 45,000 രൂപയും ഗൂഗിൾ പേ വഴി ജയിൽ DIGക്ക് കൈമാറിയെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നേരിട്ട് വാങ്ങാതെ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നാണ് വിനോദ് കുമാർ പണം സ്വീകരിച്ചിരുന്നത്. റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി സജ്ജീകരിച്ച വഴിയിലൂടെ അനധികൃതമായി പാഞ്ഞു വന്ന ഓട്ടോറിക്ഷ ട്രാക്കിലേക്ക് മറിഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിൽ ഇടിച്ചു. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മുന്നിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത്. അപകടം വർക്കല അകത്തുമുറിയിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ സുധിയെ RPF കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ട്രാക്കിൽ വീണതോടെ സുധി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്തിയത്.
ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പ്രാഥമിക നിഗമനം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ട്രെയിൻ പിടിച്ചിട്ടു. ഇടുക്കി രാജകുമാരിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണം കവർന്ന കേസിൽ ഇവരുടെ മകളുടെ മകനും സുഹൃത്തും അറസ്റ്റിൽ. രാജാക്കാട്ട് പന്നിയാർകുടി സ്വദേശി സൈബു തങ്കച്ചൻ, സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശിനി അനില എന്നിവരെയാണ് പാലക്കാട് നിന്ന് രാജാക്കാട്ട് SHO വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതികളിൽ ഒരാളായ തിരുവനന്തപുരം അഞ്ചുമുക്ക് തെരുവത്ത് സോണിയ സരോജെ നേരത്തെ മണർകാടുള്ള വാടക വീട്ടിൽ നിന്ന് അറസ്റ്റിലായിരുന്നു. സംഭവത്തിലെ പ്രധാന പ്രതിയായ കോട്ടയം സ്വദേശി അൽത്താഫ് ഒളിവിലാണ്. രാജ്യത്തിന്റെ ബഹിരാകാശ വാണിജ്യ രംഗത്ത് പുതിയ ചരിത്രമെഴുതാൻ ISROയുടെ ബാഹുബലി റോക്കറ്റായ LVM-3 M6 ഇന്ന് കുതിച്ചുയരും. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2ാം വിക്ഷേപണ തറയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് വിക്ഷേപണം 90 സെക്കൻഡ് വൈകിപ്പിക്കാൻ തീരുമാനിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ 8:54 ലിഫ്റ്റ് ഓഫ് ചെയ്യാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പുതിയ സമയം 8 മണിക്കൂർ 55 മിനിറ്റ് 30 സെക്കൻഡാണ്. ഇതിനായുള്ള 24 മണിക്കൂർ കൗണ്ട് ഡൗൺ ഇന്നലെ രാവിലെ 8:54 ആരംഭിച്ചിരുന്നു. പറക്കൽ പാതയിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രോ സ്ഥിരീകരിച്ചു. കാരണം അവശിഷ്ടങ്ങളോ മറ്റു ഉപഗ്രഹങ്ങളുമായി സംയോജനമോ ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ കാലതാമസം. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ് ഈ ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. ഇത് ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും ഇല്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുന്ന ലോകത്തെ ആദ്യ ഉപഗ്രഹമാണ്. 65,000 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. ആകാശ് നെക്സ്റ്റ് ജനറേഷൻ ആകാശ് NG വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ഉപയോക്തൃ വിലയിരുത്തൽ പരീക്ഷണങ്ങൾ ചൊവ്വാഴ്ച ഇന്ത്യ വിജയകരമായി നടത്തി. ഈ വിജയം രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ ശേഷികൾക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി നൽകി. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടത്തിയ പരീക്ഷണങ്ങൾ വളരെ താഴ്ന്ന ഉയരത്തിൽ അതിവേഗം വ്യോമ ലക്ഷ്യങ്ങളെ തടയാനുള്ള സംവിധാനത്തിന്റെ കഴിവ് പ്രദർശിപ്പിച്ചു. മുംബൈയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയുടെ MNSുമായി ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം പൂർണ്ണതോതിൽ മുന്നോട്ട് പോവുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകുമെന്ന് സേനയുടെ മുതിർന്ന UBT നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഈ സഖ്യത്തിന്റെ എതിരാളിയായി കോൺഗ്രസ് ഇനി BMC തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷി ആകില്ലെന്നും റാവത്ത് വ്യക്തമാക്കി. US പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് ഇന്ത്യയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസിയും കോൺസുലേറ്റുകളും ഡിസംബർ 24 ബുധനാഴ്ച മുതൽ അടച്ചിരിക്കും. ഈ സമയത്ത് പതിവ് കോൺസുലാർ സേവനങ്ങൾ ലഭ്യമാകില്ല. ഇന്ത്യയിലെ US എംബസി അവരുടെ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തു. എക്സിക്യൂട്ടീവ് വകുപ്പുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് ഇന്ത്യയിലെ US എംബസിയും കൗൺസുലേറ്റുകളും 2025 ഡിസംബർ 24 ബുധനാഴ്ച മുതൽ 26 വെള്ളിയാഴ്ച വരെ അടച്ചിരിക്കും. ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന് കനത്ത പ്രഹരമായി സംസ്ഥാനത്തെ മദ്രസ അധ്യാപകർക്ക് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ബിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പിൻവലിച്ചു. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മുൻ സമാജ്വാദി പാർട്ടി സർക്കാർ 2016 ഈ ബിൽ അംഗീകരിച്ചിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ഓം പ്രകാശ് രാജ്ഭറിന്റെ അഭിപ്രായത്തിൽ ഉത്തർപ്രദേശ് മദ്രസ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം നൽകൽ ബിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബില്ല് പ്രകാരം ഒരു മദ്രസ ജീവനക്കാരനെതിരെ നിയമ നടപടിയോ അന്വേഷണമോ ആരംഭിക്കാൻ കഴിയില്ല. മദ്രസ അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബില്ലിൽ ഉണ്ടായിരുന്നു. കൂടാതെ മദ്രസകൾക്കെതിരായ ഭരണപരവും നിയമപരവുമായ നടപടികൾ തടയുന്ന വ്യവസ്ഥകളും അതിൽ ഉണ്ടായിരുന്നു. ജംഗിപ്പൂർ വിചാരണ കോടതി 72 വയസ്സുള്ള ഹർഗോബിന്ദു ദാസിന്റെയും അദ്ദേഹത്തിന്റെ 40 വയസ്സുള്ള മകൻ ചന്ദനെയും കൊലപ്പെടുത്തിയ കേസിൽ 13 മുസ്ലിങ്ങൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഏപ്രിൽ 12 മുർഷിദാബാദ് ജില്ലയിലെ ധൂലിയ പട്ടണത്തിലാണ് കൊലപാതകം നടന്നത്. സംസർഗഞ്ചിലെ ജാഫ്രാബാദിൽ ഒരു ജനക്കൂട്ടം ഇരുവരെയും വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകം, കവർച്ച, അതിക്രമിച്ചു കടക്കൽ, മാരകായുധം ഉപയോഗിച്ച് കലാപം നടത്തൽ, പരിക്കേൽപ്പിക്കൽ, തെറ്റായ നിയന്ത്രണം ഏറ്റെടുക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലാണ് 13 പേർക്കും ശിക്ഷ ലഭിച്ചത്. ഇരട്ട കൊലപാതക കേസിൽ ബംഗാളിൽ ഏറ്റവും വേഗത്തിൽ വിധിച്ച കുറ്റങ്ങളിലൊന്നാണിത്. തിങ്കളാഴ്ച ജർമ്മനിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി വോട്ട് മോഷണം ആരംഭിച്ച് നടത്തിയ പരാമർശം രാജ്യത്ത് ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി. വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ കോൺഗ്രസ് നേതാവ് ദുർബലപ്പെടുത്തുകയാണെന്നും അഭിപ്രായങ്ങൾ നിരുത്തരവാദപരവും ദേശവിരുദ്ധവുമാണെന്നും BJP ആരോപിച്ചു. തുർക്കി സന്ദർശനത്തിനെത്തിയ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദ്ദാദ് വിമാനാപകടത്തിൽ മരിച്ചു. അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ രാത്രി 8:10 പറന്നുയർന്ന് അരമണിക്കൂറിനകം ഹൈമാന മേഖലയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു.
ലിബിയൻ സൈനിക മേധാവിയെ കൂടാതെ 4 പേർ കൂടി വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ പോലുള്ള ഒരു വലിയ അയൽക്കാരനുമായി ഒരു കടുത്ത ബന്ധം ഇടക്കാല സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും പകരം ന്യൂഡൽഹിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും ബംഗ്ലാദേശിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ സലേഹുദ്ദീൻ അഹമ്മദ് ചൊവ്വാഴ്ച പറഞ്ഞു. ന്യൂഡൽഹിയുമായുള്ള ബന്ധത്തിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സാധാരണ നില പുനഃസ്ഥാപിക്കാനും മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് വ്യക്തിപരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയിലെ ഒരു നേതാവ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ സൈന്യവും ജനങ്ങളും തിരിച്ചടിക്കുമെന്ന് ഇയാൾ പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശിൽ സമ്മർദ്ദം ചെലുത്തുകയും ജനങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ നിർത്തുകയും ചെയ്യുകയാണെന്നും കമ്രാൻ ആരോപിച്ചു. സ്വന്തം രാജ്യത്തിന്റെ കാപട്യം തുറന്നുകാട്ടി പാക് പാർലമെന്റ് അംഗം പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ന്യായീകരിക്കപ്പെട്ടാൽ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ഇന്ത്യ പാകിസ്ഥാൻ പ്രവേശിക്കുമ്പോൾ രാജ്യത്തിന് എതിർക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ പാർലമെന്റ് അംഗവും JUIF മേധാവിയുമായ മൗലാന ഫസ്ലുർ റഹ്മാൻ പറഞ്ഞു. കറാച്ചിയിലെ ലിയാരയിൽ നടന്ന മസ്ജിദ് ഇത്തെഹാദ് ഇ ഉമ്മത്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു റഹ്മാൻ. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.